വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ജൂൺ മന്തിലെ റീഡിംഗ് ആണ്. നമ്മുടെ ജൂൺ മന്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും സെറ്റായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ്. ആൻഡ് നമ്മൾ ജൂൺ മന്ത് റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മന്തിൽ മേജറായിട്ട് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ബ്ലെസ്സിങ്സ് കാര്യങ്ങൾ. ആൻഡ് ഫസ്റ്റ്ലി തന്നെ പറയാം, ഇത് ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് ആക്ച്വലി ഇത് കാണാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടാവുക. ആൻഡ് ജനറൽ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ അങ്ങോട്ട് റെസിനേഷൻ സംഭവിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ റെസിനേറ്റ് ആവുന്നവർ മാത്രം എടുത്തിട്ട് അല്ലാത്തവർ വിട്ടേക്കുക, അതായിരിക്കും ബെറ്റർ. ആൻഡ് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ജനറൽ റീഡിംഗ് ആണല്ലോ, അപ്പോൾ തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസിനേഷൻ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ നിങ്ങൾ കെയർ ചെയ്തോളണം. അതിൻ്റെ പേരിൽ പിന്നെ വാക്ക് തർക്കങ്ങളൊന്നും വേണ്ട. ഓക്കെ. പിന്നെ എന്താ പറയാനുള്ളത്, മെഡിറ്റേഷൻ്റെ ബൈറ്റ് അത് നമ്മൾ വെക്കുന്നത് എന്തിനാണ്? കൂടുതൽ നമുക്ക് ഒരു മെഡിറ്റേഷൻ്റെ എനർജി കിട്ടാനും കൂടുതൽ ഒരു റെസിനേഷൻ സംഭവിക്കാനൊക്കെയാണ് നമ്മൾ മെഡിറ്റേഷൻ്റെ ബൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര സിൻസിയറിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾ കാണുക, സിൻസിയറിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾ ആ റീഡിങ് ആസ്വദിക്കുക. അതൊക്കെയല്ലേ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റ് വെക്കുന്നുണ്ട്, കണ്ടിട്ട് എല്ലാവരും ഓടി വരാം കേട്ടോ.
ലോസ് ഏഞ്ചൽസ് ജൂൺ മന്ത് റീഡിങ്. എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് ഈ ജൂൺ മന്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്? ത്രീ ഓഫ് കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. വാവ്. ഇതിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുള്ളത് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് അട്രാക്റ്റ് ചെയ്ത് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയി, ഇനി ഒരിക്കലും നിങ്ങൾക്കത് തിരിച്ച് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം, ആ കാര്യം ഏതാണെന്നൊക്കെ എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ കരുതിയിട്ടുള്ള ഒരു കാര്യം, ദാറ്റ് സെയിം തിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും അട്രാക്റ്റ് ചെയ്ത് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞു അതെൻ്റെ ലൈഫിൽ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് മാറിപ്പോയി. നിങ്ങൾ അതിനെ ആലോചിച്ച് എപ്പോഴും മെമ്മറിയിൽ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കാറുണ്ട്. അതിനെ ആലോചിച്ച് എപ്പോഴും നിങ്ങൾ കരയാറുണ്ട്, വിഷമിക്കാറുണ്ട്. ഡേ ബൈ ഡേ നിങ്ങളതിനെ എയിം ചെയ്യാറുണ്ട്. അത് ഇന്ന് നടക്കും, നാളെ നടക്കും, മറ്റന്നാൾ നടക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വപ്നം കണ്ടിരിക്കാറുണ്ട്. കൂടുതൽ പേർക്കും ഒരു റിലേഷൻഷിപ്പാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാതി വഴിയിൽ വെച്ച് എവിടെയോ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ആ റിലേഷൻഷിപ്പിലൊരു പുതിയ ഒരു ന്യൂ ബിഗിനിങ് സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പല സിറ്റുവേഷനിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന പല കാര്യങ്ങൾക്കും ഒരു റെസൊല്യൂഷൻ, മേ ബി സ്ട്രഗിൾസിനായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾക്കായിരിക്കാം ഒരു റെസൊല്യൂഷൻ സംഭവിക്കുന്ന ഒരു സ്റ്റേജ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവുകയാണ്. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു വലിയ തെളിവാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങളുടെ ബന്ധം മുറുകുന്നതായിട്ടും നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ ഇനി ഒരിക്കലും എനിക്ക് തിരിച്ച് ലഭിക്കില്ല, എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിട്ടുള്ള ആ റിലേഷൻഷിപ്പ് വളരെയധികം സ്ട്രോങ് ആവുന്നതായിട്ടും അത് നിങ്ങളിലേക്ക് തിരിച്ച് കിട്ടുന്നതായിട്ടും നിങ്ങളുമായിട്ടൊരു ബെറ്റർ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടും മേ ബി ഒരു റീയൂണിയൻ സംഭവിക്കുന്നതായിരിക്കാം. മനസ്സിലായി? ഇതിൽ മേജറായിട്ട് നിങ്ങളുടെ പ്രശ്നം എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ത്രോട്ട് ചക്ര തന്നെയാണ് നിങ്ങളുടെ മെയിൻ വില്ലനായിട്ട് നിങ്ങളുടെ ലൈഫിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾ പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ വേറൊരു ബാഡായിട്ടുള്ള രീതിയിൽ ബാധിച്ചു. പല രീതിയിലും അത് ബാധിച്ചു. ബാഡായിട്ടുള്ള പല രീതികളിലും അവരെ ബാധിച്ചു. അവരത് എങ്ങനെയാണ് നേരിടേണ്ടത്, എങ്ങനെയാണ് അത് മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ ഭയങ്കരമായിട്ട് ഒരു വിഷമ സിറ്റുവേഷനിൽ ഇരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ അവർ മറികടന്ന് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് അവർ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റും അവർക്ക് തന്നെയാണ്. അവരതിൽ നിന്നും റിക്കവർ ചെയ്ത് പുറത്ത് വരാനായിട്ട്, അവർ ആ ഒരു വലിയ ട്രോമയിൽ നിന്നും പുറത്തോട്ട് കടക്കാനായിട്ട് അവരൊരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് അവരുടെ ലൈഫിൽ. അവരൊരുപാട് ശ്രമിച്ചിട്ടുണ്ട് അവരുടെ ലൈഫിൽ. അവർക്ക് ഒരുപാട് സ്ട്രഗിൾസ് നേരിട്ടുള്ള വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു അനുഗ്രഹമാണ് ജൂൺ മന്തിൽ മെയിനായിട്ട് നിങ്ങൾക്ക് കാണുന്നത്. നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ എനിക്കിനിയും തിരിച്ച് കിട്ടില്ല, എൻ്റെ ലൈഫിൽ ഇനി എനിക്കത് ഒരിക്കലും ലഭിക്കില്ല എന്ന് വിചാരിച്ചിട്ടുള്ള, തിരിച്ച് കിട്ടില്ല, കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ കൊത്തിയെടുത്ത് പോയി എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് തിരിച്ചു വരികയാണ്, നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു കിട്ടുകയാണ്. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിട്ടുള്ള ക്യാഷോ പണമോ എന്തെങ്കിലും വസ്തുക്കളോ കുറേ പേർക്ക് അത് റിലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾ കുറേ കാലമായിട്ട് അതിനെ എയിം ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇതുവരെ നിങ്ങളുടെ ലൈഫിലേക്ക് അത് വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കൂടുതൽ പേർക്കും റിലേഷൻഷിപ്പാണ് കാണുന്നത്. നഷ്ടപ്പെട്ടു പോയ റിലേഷൻഷിപ്പ് റീയൂണിയനിലൂടെ തിരിച്ചു പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ അത് കാണുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതമാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ.
നമുക്ക് വലുതായാലും ചെറുതായാലും ഷോർട്ടായാലും എന്തായാലും ഒന്നേ ഉള്ളൂ. അത് പറഞ്ഞാൽ കൊച്ചു ജീവിതമാണ്. നമുക്ക് ഒരുപാട് ജീവിച്ച് തീർക്കാനൊന്നും ഒരുപാടൊന്നുമില്ല. നമ്മുടെ ആയുസിൻ്റെ പകുതി ആവുമ്പോഴേക്കും തന്നെ ഇപ്പോൾ ഒരാളൊരു 100 വയസ്സ് വരെ ജീവിക്കുന്ന ചരിത്രമേ ഇല്ല, റയറാണ്. 100 വയസ്സ് നോക്കിയൊക്കെ ഒരു ആയുസ് എന്ന് നമുക്ക് പറയാന്ന് വെച്ചാൽ അതിൽ 50 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്നവർ റയറാണ്. ഇന്നത്തെ ആളുകൾ വേഗം തട്ടിപ്പോകുന്നു. ആക്സിഡൻറ്റ്, അത് ഇത് ചവറ് രോഗം, അമ്മാതിരി രോഗങ്ങളാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാൻസർ ഉൾപ്പെടെ പല രോഗങ്ങളും നമ്മളെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഒരു 50 വയസ്സ് വരെ മാക്സിമം നിങ്ങൾ നോക്കിയാൽ മതി, നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്നു. 50 വയസ്സ് കഴിഞ്ഞ് നിങ്ങൾ ജീവിക്കും, നിങ്ങൾക്കത് ബോണസാണ്. അത്രമാത്രം ചിന്തിച്ചാൽ മതി. 60-70 കഴിഞ്ഞിട്ട് നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത്ര അധോഗതിയിട്ടായിരിക്കും നിങ്ങൾ ജീവിക്കുന്നുണ്ടാവുക. അപ്പോൾ 60 വയസ്സ് 70 വയസ്സ് വരെയൊക്കെ ജീവിക്കാൻ പറ്റുമെന്ന് പറയുന്ന വലിയ ഭാഗ്യം തന്നെ. അത് നിങ്ങൾ ചിന്തിച്ചോളാം. ആൻഡ് 50 വയസ്സ് വരെ ജീവിക്കുന്നവരെ ഇപ്പോൾ മോസ്റ്റായിട്ട് നമ്മുടെ ഈ ലോകത്തുള്ളൂ. അപ്പോഴേക്കും ഓരോരോ കാരണങ്ങളും പറഞ്ഞ് നമ്മളെ ദൈവം അങ്ങോട്ട് വിളിക്കും. അപ്പോൾ നമ്മുടെ ആയുസിൻ്റെ അപ്പോൾ ഒരു 50 വയസ്സ് വരെ നമുക്കത് വളരെ ചുരുങ്ങിയൊരു കാലയളവാണ്. അതിലൊരു 25 വയസ്സ് വരെയൊക്കെ നമ്മൾ വളരാനും എന്തെങ്കിലും ഒരു കര തേടാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കര പറ്റാനൊക്കെ ഉള്ളൊരു സമയമാണ് ഒരു 25, 26, 30 വയസ്സിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചിലപ്പോൾ കല്യാണമോ അല്ലെങ്കിൽ ഒരു ജോലിയോ നല്ലൊരു സേഫായിട്ടുള്ളൊരു ഇതോ ഒക്കെ ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മളെങ്ങനെയാണ്, പിന്നെ വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ വളരെ കുറച്ച് 10, 20, 30 വർഷം നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ആ കാര്യം? അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആൻഡ് റിലേഷൻഷിപ്പുകൾക്ക്, ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുക്കാത്ത ഒരുപാട് പേരെ ഈ ഒരു കാർഡിൽ എനിക്ക് കാണാനുണ്ട്. നിങ്ങളെ ബന്ധുക്കളായിട്ട് വഴക്ക്, നാട്ടുകാരായിട്ട് വഴക്ക്, അവരായിട്ട് വഴക്ക്, ഇവരായിട്ട് എന്തിനാണ്? നമ്മുടെ ഈ ഒരു കുഞ്ഞു ജീവിതമാണ് അല്ലേ? നമ്മുടെ ഈ വളരെ ചെറിയൊരു ജീവിതമാണ്. ആ ചെറിയ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് നമ്മുടെ ലൈഫിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾ വാല്യൂ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അങ്ങനെ ചെയ്യുന്ന നിമിഷം നിങ്ങൾക്ക് വാല്യൂ സംഭവിക്കാൻ പോകും. കാരണം നിങ്ങളങ്ങനെ മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കുന്ന നിമിഷം, മറ്റുള്ളവരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന നിമിഷം നിങ്ങൾ ഭയങ്കരമായിട്ട് വാല്യുബിളായിട്ട്, നിങ്ങളുടെ ലൈഫ് ഭയങ്കര വാല്യുബിളായിട്ട് സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മനസ്സിലായോ? മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കുക. അതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേടിയെടുക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. മറ്റുള്ള വ്യക്തികൾക്ക് വാല്യൂ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നേടിയെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക. നിങ്ങളുടെ ലൈഫിൻ്റെ ഓൾമോസ്റ്റ് സ്ട്രഗിളിങ് സ്റ്റേജ് ഒരു പരിധി വരെ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ ട്രാൻസ്ഫോർമേഷൻ ജേണിയിലാണ്. നിങ്ങൾ ഇനി അനുഭവിക്കാൻ പോകുന്ന ജേണി എന്ന് പറയുന്നത് എന്താ? നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ ജേണിയാണ് അല്ലേ? ഇനി നിങ്ങൾ ഫീൽ ചെയ്യാൻ പോകുന്നതും അനുഭവിക്കാൻ പോകുന്നതും പറയുന്നത് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ ജേണിയാണ്. ആ ജേണിയിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ ഹാപ്പിയസ്റ്റ് ഒക്കേഷൻസ് നിങ്ങളെല്ലാവരെയും കാണിക്കുക. അല്ലാതെ എപ്പോഴും സങ്കടപ്പെട്ട് കരഞ്ഞു വിഷമിച്ച് വ്യാകുലപ്പെട്ടിരിക്കുന്ന ആ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾ ട്രാൻസ്ഫോർമേഷൻ ജേണിയിൽ പോകേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ആ ട്രാൻസ്ഫോർമേഷൻ ജേണിയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നതാണ് പെൻഡക്കിൾ. പൈസയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഒരു രൂപ പോലും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് 1 രൂപയെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കിട്ടുക. അല്ലാതെ ഒരാളും വെറുതെ ഇന്ന മോനെ അല്ലെങ്കിൽ ഇന്ന മോളെ എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരാളും കൊണ്ടുവന്നിട്ടില്ല. പൈസ എന്ന് പറയുന്നത് അത്രയും മുറുക്കി പിടിച്ച് ജീവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഓരോ രൂപയുടെയും ഇമ്പോർട്ടൻസും വാല്യൂം അറിയുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ആ ഇറുക്കി പിടിച്ച് ജീവിതം അവസാനിപ്പിച്ച് ഇനി നിങ്ങൾ അങ്ങോട്ട് നിങ്ങളുടെ സുഖങ്ങൾ, നിങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടോ നിങ്ങളുടെ സുഖത്തിന് വേണ്ടിയിട്ടോ നിങ്ങൾ ഇതുവരെയും ജീവിച്ചിട്ടില്ല. മറ്റുള്ളവരെ നന്നാക്കാനോ മറ്റുള്ളവരെ നന്നായി ജീവിക്കാനോ, ഫാമിലിക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, അച്ഛന് വേണ്ടി, അനിയത്തിക്ക് വേണ്ടി, അനിയന് വേണ്ടി, അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ചരിത്രമേ നിങ്ങൾക്കുള്ളൂ. എന്നാൽ ഇനി നിങ്ങളോട് പറയും, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്?
നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചത്. ഇനി നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കേണ്ട ഒരു ചെറിയ സമയം പോലും, ഒരു ചെറിയ നിമിഷം പോലും നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക. ഒന്ന് നന്നായി ഹെയർ സെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒന്ന് നന്നായി ഡ്രസ്സ് ചെയ്ത്, ഒന്ന് നന്നായി മറ്റുള്ളവരോട് ഇടപഴകിയ ആളുകൾ, നിങ്ങളുടെ ജോലി തിരക്കിൻ്റെ ഇടയിലോ നിങ്ങളുടെ തിരക്കുകൾക്കിടയിലോ ഒരാളോട് മുഖത്ത് നോക്കി ചിരിക്കാനോ സംസാരിക്കാനോ ഒന്നിനും നിങ്ങൾക്ക് നേരം കാണില്ല. അതൊക്കെ നിങ്ങൾ മറന്നു പോയിരിക്കണു. അപ്പം നിങ്ങളോട് ഇനി പറയുന്നത് എന്താ? നമ്മുടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരിലേക്ക് ഇറങ്ങിച്ച്, നമ്മുടെ ബന്ധുക്കൾ, റിലേഷൻഷിപ്പിന് ഇത്രയും കാലം നിങ്ങൾ റിലേഷൻഷിപ്പിനൊന്നും ഒരു വാല്യൂ കൊടുക്കാണ്ട് ജീവിച്ചവരാവും. അല്ലെങ്കിൽ സ്വന്തം കാര്യം, സ്വന്തം ഫാമിലി, സ്വന്തം ജീവിതം എന്ന് പറഞ്ഞ് ഇമ്പോർട്ടൻസ് കൽപ്പിച്ച് നടന്നിരുന്നവരാവും. സ്വന്തം ജീവിതം എന്ന് വെച്ചാൽ സ്വന്തം ഫാമിലിക്ക് വേണ്ടിയിട്ട്, അല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് സുഖം കണ്ടെത്തി സ്വന്തമായിട്ട് ജീവിക്കുക ചെയ്യാത്ത ആളുകളാണ്. സോ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ശ്രദ്ധിക്കുക. ജന്മത്തിൽ ബ്യൂട്ടി പാർലർ കാണാത്ത ലേഡീസ് ആണെങ്കിൽ ഒന്ന് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി മുഖമൊക്കെ ഒന്ന് മിനിക്കൊന്ന് ഭംഗിയായിട്ടൊക്കെ നടക്കുക. ഒരിക്കലും പോവാനില്ലെങ്കിൽ നമ്മുടെ തന്നെ സെൽഫ് കോൺഫിഡൻസ്, മനസ്സിലായോ? അതാണ് അത് മാത്രമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. 10 പൈസ ഇല്ലെങ്കിലും ചമഞ്ഞ് കിടക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മളെ ഒന്ന് മോടി പിടിപ്പിക്കുക, വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മുഖമൊക്കെ ക്ലിയർ ആക്കുക, മഞ്ഞൾ തേക്കുക. നമ്മളെ തന്നെ, ഞാനത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ഭംഗി കൂട്ടാനോ നിങ്ങളെ ആർഭാടം വർദ്ധിപ്പിക്കാനോ നിങ്ങൾ സ്റ്റാൻഡേർഡായിട്ട് നടത്താനോ അല്ല. നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വരാൻ, ഒരു സെൽഫ് ലവ് തോന്നിക്കാൻ, നിങ്ങളെ തന്നെ സ്നേഹിക്കുന്ന സമയത്തെ നിങ്ങളെ മറ്റുള്ളവർ സ്നേഹിക്കുകയുള്ളൂ. നിങ്ങളെ സ്നേഹിച്ച് കാണിച്ചു കൊടുക്കുക. എന്നെ ഇങ്ങനെ സ്നേഹിച്ചാലേ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുകയുള്ളൂ. മനസ്സിലാക്കുക കേട്ടോ. ഞാൻ കണ്ടോ, മനസ്സിൽ ഒരുപാട് മുറിവുകളുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്. ഇതെല്ലാം ഓൾമോസ്റ്റ് എല്ലാം എനിക്കറിയാം. നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ, നിങ്ങളുടെ മനസ്സിലുള്ള സങ്കടങ്ങൾ, നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ പ്രതിബന്ധങ്ങൾ എനിക്ക് നന്നായിട്ടറിയാം. മനസ്സിലായോ? ഈ വിഷമങ്ങളെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ മാറ്റി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുക. മനസ്സിലായോ? നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി ജീവിച്ചതൊക്കെ മതിയിടോ. ഇനി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആക്കാൻ നോക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പെൻറ്റക്കിൾസ് എനർജിയൊക്കെ താനെ കടന്നു വരും. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. ആയുസ്സിലൊരു വലിയൊരു ഭാഗവും നമ്മൾ കടന്നു കഴിഞ്ഞു. ഇനി കുറച്ചങ്ങടെ ഉള്ളൂ. ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ നോക്കുക. ഏകാന്തതയും ഒറ്റപ്പെടലൊക്കെ തോന്നുന്നത് എന്താ? ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ, നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ സന്തോഷം നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു റീഡിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റിവിറ്റി അങ്ങോട്ട് ഡിസ്ട്രാക്ട് ചെയ്ത് കളഞ്ഞേക്കുക. നെഗറ്റീവായിട്ടൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നടക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ക്യാഷിന് ഇമ്പോർട്ടൻസ് വരുന്നു. ഒരു സമ്പൽ സമൃദ്ധിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ലോട്ടറി എടുക്കാവുന്നവരൊക്കെ ലോട്ടറി എടുത്തോളില്ല. ചിലപ്പോൾ നടന്നാലോ, ബിരിയാണി കൊടുത്താലോ, എങ്ങനെ. അപ്പം ഇതാണ് നമ്മുടെ റീഡിങ്. ആൻഡ് ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ ചെയ്യാവുന്ന താല്പര്യമുള്ള ടോപ്പിക്സ്, കോണ്ടൻറ്റ്സ് ഒന്ന് താഴെ ഒന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ. ഏതൊക്കെ സബ്ജക്റ്റാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ചെയ്യാതിരിക്കുമ്പോഴേ എനിക്ക് സബ്ജക്റ്റ് കിട്ടുന്നില്ല, എന്ത് സബ്ജക്റ്റാണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്തൊരു കൺഫ്യൂഷൻ. അപ്പോൾ നമ്മുടെ 3 ചാനലുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. 3 ചാനലും സബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക. കാരണം എന്താ വെച്ചാൽ കണക്റ്റീവ് ആയിട്ടുള്ള റീഡിങ്സ് വരുമ്പോഴേ നമുക്ക് മിസ്സാവാതെ കാണണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട്, അതിന് മുന്നായിട്ട് നിങ്ങളുടെ ലവറിൻ്റെ പേരും നിങ്ങളുടെ പേരും മെൻഷൻ ചെയ്യുക, പ്രയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത കിഡിലൻ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ, ബൈ. ഒരു ലവ് ചിഹ്നം.